നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് വിഷമിച്ച് നിൽക്കുന്ന നയനയുടെ അരിയിലേക്ക് നവ്യ വരുവാണ്. നവ്യ വന്നിട്ട് ചോദിച്ചു, എന്തായടി, നിന്റെ ഭർത്താവ് ജയിലിലായെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ നിനക്ക് വിഷമം തോന്നുന്നുണ്ടോ? നയന പറഞ്ഞു, ദേ ചേച്ചി, ഞാൻ നല്ല സങ്കടത്തിലിരിക്കുക. ആദർശേട്ടൻ ജയിലിലായതിന്റെ എന്റെ ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നവ്യ പറഞ്ഞു, പിന്നെ അങ്ങേര് തെറ്റൊന്നും ചെയ്തിട്ടില്ല പോലും. എന്റെ അഭിയേക്കാളും മുമ്പ് ജയിലിൽ പോകേണ്ട അയാളായിരുന്നു. അയാൾ പിന്നെ തെറ്റ് ചെയ്തിട്ടില്ലെന്നോ? ഇത് കേട്ടോണ്ട് വന്ന അനി പറഞ്ഞു, ദേ ഞങ്ങളെല്ലാരും ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുക. ഈ സമയത്ത് നവ്യടുത്ത് ഇങ്ങനൊന്നും പറയില്ലെന്ന് പറയണ. എന്താടാ ഞാൻ പറഞ്ഞാല്? ആദർശ് തെറ്റ് ചെയ്തിട്ടില്ലെന്നാണോ നീയൊക്കെ പറയാൻ വരുന്നേ? അപ്പോഴേക്കും നായർ പറഞ്ഞു, ചേച്ചി ചേച്ചി ഇങ്ങനെയൊന്നും പറയരുത്. കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയത്തില്ലാതെ. പിന്നെ സത്യാവസ്ഥ അറിയത്തില്ലാതെ പോലും എടി, അവൻ ചെയ്ത തെറ്റിന്റെ ബലം അവനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നേ. മിക്കവാറുണ്ടല്ലോ ആ അനങ്കയുടെ വീട്ടുകാര് അവിടെ ഗൾഫിലുണ്ടായിരിക്കും. അവരായിരിക്കും ഈ പറയുന്ന നിന്റെ ഭർത്താവിനെ പിടിച്ചു വെച്ചിരിക്കുന്നേ. അല്ലെങ്കിലും അനഘ അധികം വൈകാതെ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് എനിക്ക് തോന്നേ. അങ്ങനെ അവള് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ കെട്ടിയോന്റെ പേര് എല്ലാവരുടെ മുന്നിൽ അങ്ങോട്ട് വിളിച്ചു പറയും. നിന്റെ കെട്ടിയോന്റെ കവളടിച്ച് പൊട്ടിക്കും അവളെന്ന് പറഞ്ഞു. അത് കേട്ടതും ഹനി പറഞ്ഞു, അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. അതെ, ഇത്ര നാളും അവരുടെ മോളെ സംരക്ഷിച്ചേന് ആദർശേണ്ണൻ ചേച്ചിനെ അഭിനന്ദിക്കുള്ളെന്ന് പറഞ്ഞു. പിന്നെ അഭിനന്ദിക്കുള്ളു പോലും. അത് കേട്ടപ്പോ എനിക്ക് ദേഷ്യം വന്നു. ഹനി പറഞ്ഞു, ദേ നവ്യടുത്തി വെറുതെ നവ്യടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. എല്ലാരും നല്ല ടെൻഷനിലാണെന്നറിയാലോ. പിന്നെ ടെൻഷനാണ് പോലും. ആദർശം ഉണ്ടാക്കി വെച്ച ടെൻഷനല്ലേ ഇത്? അയാൾ ചെയ്ത തെറ്റുള്ള ഫലം അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നേ. എന്റെ അഭി ജയിലിൽ കിടന്നായിരുന്നു. 10-14 ദിവസം കിടന്നായിരുന്നു. അപ്പൊ ഈ പറയുന്ന ആൾക്കാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. നിങ്ങളാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. എല്ലാവർക്കും എന്ത് സന്തോഷമായിരുന്നു. എന്നിട്ടിപ്പം ആദർശ് ജയിലിൽ കയറി കഴിഞ്ഞപ്പം എല്ലാവർക്കും എന്തൊരു വിഷമം. അപ്പോഴേക്കും നല്ല ദേഷ്യം വന്ന് എനിക്ക്. അനി പറഞ്ഞു, അല്ല ഈ പറയുന്ന അബിയുടെ കള്ളത്തരങ്ങളൊക്കെ പലതും നവ്യടുത്ത് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. എന്നിട്ടാണോ അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന ആളല്ലോ. പിന്നെ പെട്ടെന്ന് എന്താ ഇങ്ങനെ? അത് കേട്ടതും നവ്യ പറഞ്ഞു, അത് ഞാന് കൂടെ ഒന്നും പറയണ്ടേട്ടത്തി. ഈ പറയുന്ന ആദർശന് വേണ്ടിയിട്ടല്ലേ നവ്യടുത്തി ആദ്യം ആലോചിച്ച. എന്നിട്ടോ അബി കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് കൂടെ കൂട്ടി. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നവ്യ പറഞ്ഞു, എനിക്ക് തോന്നുന്നത് നല്ല കാര്യമായെന്നാ. അതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ആദർശനെ പോലുള്ള ഒരുത്തരെ ഞാൻ വിവാഹം കഴിക്കേണ്ട വരുമായിരുന്നല്ലോ. അങ്ങനെ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ചന്തുമോൾ അയാളുടെ കുട്ടിയാന്ന് അറിഞ്ഞു കഴിഞ്ഞാല് ഞാൻ പിന്നെ സഹിക്കത്തൊന്നുമില്ല. നയനെ, നീ സഹിക്കുന്ന പോലെ ഞാൻ സഹിക്കില്ല. എന്റെ അഭിയൊക്കെ ഇത് ചെയ്തിരുന്നെങ്കിൽ പണ്ട് ഞാൻ അവനെ കൊന്നേനെന്ന് പറയാ. ജീവനോടെ പോലും ഭൂമിയിൽ കാണത്തില്ലായിരുന്നു. ആ സമയത്ത് അനി പറഞ്ഞു, അതുകൊണ്ടാണ് ഇവിടെ പലരും പലതൊക്കെ മറച്ചു വെക്കുന്നേ. അപ്പോഴേക്കും നായൻ പറഞ്ഞു, വേണ്ട അനിയെന്ന് പറയണം. പിന്നീട് നബിയോട് പറഞ്ഞു, ചേച്ചി പോവാൻ നോക്ക്. വെറുതെ ഇപ്പൊ ഈ പ്രശ്നങ്ങളുണ്ടോ എന്ന് ഉണ്ടാക്കാൻ നിൽക്കണ്ട. പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട പോലും. നീ നിന്റെ ഭർത്താവും ഒക്കെ ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? ചന്തു എന്ന് പറയുന്നൊരു പെങ്കൊച്ചിനെ തലയിലേക്ക് കയറ്റി വെച്ചിരിക്കില്ലേ? നിനക്ക് നാണം ഉണ്ടോടി എന്നൊക്കെ പറഞ്ഞ് നായനെ കളിയാക്കുവാണ്. ഈ സമയത്ത് അനി പറഞ്ഞു, നവ്യടുത്ത് ഇവിടെ വെറുതെ എന്ന് ഓരോന്നൊക്കെ പൊരുമേണ്ട കാര്യമില്ല, പോവാൻ നോക്കാൻ പറഞ്ഞു. നവ്യ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. പിന്നീട് അനി പറഞ്ഞു, എന്ത് ചെയ്യാം, ഇതിനോടൊക്കെ എന്ത് പറയാനാ നയനടുത്തിന്ന് ചോദിക്കാണ്. തൽക്കാലത്തേക്ക് ഒന്നും പറയണ്ട, ചേച്ചി സന്തോഷം കണ്ടെത്തിക്കോട്ടെ ഇതിനകത്ത്. എനിക്കറിയാലോ എന്റെ ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന്. എന്നാലും ഇത് കുറച്ച് കൂടുതലല്ലേ? എനിക്ക് ചില സമയത്ത് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് എല്ലാ സത്യങ്ങളും വിളിച്ചു പറയാനിട്ട്. വേണ്ട അനി, അല്ലെങ്കിൽ തന്നെ ആദർശേട്ടൻ വിളിക്കാത്തതിന്റെ സങ്കടത്തിലാണ് ഞാൻ. ആദർശേട്ടൻ ജയിലിലായതിന്റെ വിഷമത്തില. ആ സമയത്ത് ഇനിയിപ്പോ ഒരു ദുരന്തം കൂടെ നമ്മളായിട്ട് വരുത്തി വെക്കണ്ട എന്ന് പറഞ്ഞു. പിന്നീട് അനി ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോയി. ഇതേ സമയം നന്ദുവിന്റെ അരിയിലേക്ക് കനികയും ഗോവിന്ദനും കൂടെ വരുവാണ്. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, അതെ അനി ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. എന്താ പറഞ്ഞേ? അത് നയനേടത്തി പിന്നെ ആദർശേന്റെ അമ്മയൊക്കെ സത്യങ്ങളൊക്കെ അറിഞ്ഞെന്ന്. ആദർശേട്ടൻ ജയിലിലാന്നുള്ള കാര്യം. ദൈവമേ, എന്നിട്ട് എന്താവാനായിട്ടാ? അവിടെ എല്ലാരും നല്ല സങ്കടത്തിലാന്ന്. നയനേച്ചിയൊക്കെ നല്ല കരച്ചിലാന്നാ പറഞ്ഞേ എന്ന് പറഞ്ഞു. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോ കനയ്ക്കും ഗോവിന്ദനും ഭയങ്കര വിഷമമായിപ്പോയി. ഈ സമയത്ത് നന്ദു പറഞ്ഞു, അല്ല എനിക്ക് തോന്നേ ഇത് ആരോ മനഃപൂർവ്വം ആദർശനെ കുരുക്കിയതാന്ന് തോന്നേ. ഹേം ജ്വല്ലറി ഗൾഫിലും തഴച്ചു വളർന്നുകൊണ്ടിരിക്കുമല്ലേ, അതുപോലെ തന്നെയാണ് ഇപ്പൊ കേരളത്തിലും വന്നിരിക്കുന്നേ അല്ലേ. എന്നിട്ട് അതിന്റെ പരസ്യത്തിലല്ലേ നവ്യേച്ച് അഭിനയിക്കാനായിട്ട് പോയത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കനക പറഞ്ഞു, എന്ത് ചെയ്യാൻ എന്റെ മോളെ, അവളോട് പറഞ്ഞ് അവളുടെ തലയിലേക്ക് കയറുവോ? അല്ല ഇതിനൊക്കെ പിന്നിൽ ആ അബി ഉണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. ഈ പറയുന്ന അബിയാണല്ലോ നവ്യേച്ചിനെ പരസ്യത്തിലൊക്കെ വിടുന്നേ. മിക്കവാറും അബിക്കും ഇതിനകത്ത് പങ്ക് കാണുമായിരിക്കും എന്ന് പറയണ. ഗോവിന്ദ പറഞ്ഞു, അവന്റെ കാര്യമായതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ അവനും ഇതിനകത്ത് പങ്ക് കാണുമായിരിക്കും. ഈ സമയത്ത് കനക പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ, എനിക്ക് ഒന്ന് വിളിക്കണമെന്നുണ്ട് നയന മോളെ. വിളിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവും ഓർത്തിട്ട്. വേണ്ടമ്മേ, തൽക്കാലത്തേക്ക് വിളിക്കണ്ട. വിളിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിയെ അത് കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുള്ളൂ. അവിടെ എല്ലാരും നല്ല സങ്കടത്തിലാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗോവിന്ദൻ പറഞ്ഞു, കേരളത്തിലോ മറ്റോ ആയിരുന്നെങ്കിൽ
ഈ പറയുന്ന മൂർത്തി സാർ ആണെങ്കിലും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്തേനെന്ന് പറഞ്ഞു. അല്ല, മൂർത്തി സാർ അറിഞ്ഞില്ലേ മോളെ എന്ന് കനക വെച്ചു. അതിനെക്കുറിച്ച് ഞാൻ അനിയോട് ചോദിച്ചില്ലമ്മേ, ചോദിക്കാൻ പറ്റിയില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഗൾഫിലെ കാര്യങ്ങളൊക്കെ അല്ലേ. ഗൾഫിൽ അങ്ങനെ പെട്ടെന്നൊന്നും പുറത്തിറക്കാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എന്താവും അറിയത്തില്ല. അല്ല, ഞാൻ അവിടെ ഒന്നും വരെ പോയാലോ നയനമോളെ കാണാനായിട്ട്? വേണ്ടമ്മേ, ഇപ്പൊ അമ്മ ചെന്നിട്ടുണ്ട് ശരിയാകത്തില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഒരു മരണവീട് പോലെയാന്നാ പറയുന്നേട്ടെ. ഭയങ്കര കരച്ചിലും ബഹളമാന്ന്. നയനേച്ചി ആണെങ്കിലും പിന്നെ ആദർശന്റെ അമ്മയാണെങ്കിലും ഇനിയിപ്പൊ നമ്മളും കൂടെ പോയി അവരെ വിഷമിപ്പിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഒന്ന് സമാധാനിപ്പിക്കുകയാണ് കനകയും ഗോവിന്ദനെയും. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ദേവേനയുടെ നയനയുടെ അടുത്തേക്ക് വരുവാണ്. നയന കരഞ്ഞോണ്ടിരിക്കുകയാണ്. ദേവേന് വന്നിട്ട് പറഞ്ഞു, മോളെ നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന എങ്ങനെയാ? വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണം. ആദർശ് വരും, ആദർശ് വിളിക്കുകയും ചെയ്യും. മോള് ധൈര്യമായിട്ടിരിക്കുക, അമ്മയല്ലേ പറയണെന്ന് ചോദിക്കുക. എന്നാലും അമ്മേ, മോള് കരയാന്ന് പറഞ്ഞുകൊണ്ട് നയനയെ ചേർത്ത് പിടിക്കുക. നയന ദേവേനയുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടി കരയാണ്. ആ സമയത്താണ് അഭയ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അബിക്ക് ആ കാഴ്ച കാണുമ്പോ ഭയങ്കര സന്തോഷം. ഓ, രക്ഷപ്പെട്ടു, ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് താൻ ഓടി വന്നേ. അങ്ങനെ ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അഭി അവിടെ നിന്നു. പിന്നീട് ചോദിച്ചു, എന്താ അമ്മായി, എന്തു പറ്റിയെന്ന് ചോദിക്കാം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേവേനെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. പിന്നീട് അപ്പം നീ എന്താടാ എന്നെ കളിയാക്കാൻ വേണ്ടി ഇറങ്ങിയതാണോന്ന് ചോദിക്കണം. കളിയാക്കാനോ, എന്ത് പറ്റി? അല്ല, ആദർശ് ജയിലില്ലാന്ന് അറിഞ്ഞിട്ട് നീ എന്താടാ ഇങ്ങനെ ചോദിക്കുന്നത്? ജയിലിലോ? ആദർശാണോ? വേണ്ട വേണ്ട, കൂടുതൽ അഭിനയൊന്നും വേണ്ട അഭി. നിന്റെ അമ്മയും നിന്റെ ഭാര്യയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അവര് സന്തോഷിക്കുക, അതുകൊണ്ട് നിനക്കും ഭയങ്കര സന്തോഷമായിരിക്കും എന്നറിയാം. നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നീ ഇങ്ങോട്ടേക്ക് വന്ന് ഞങ്ങളുടെ മുന്നേ അഭിനയിക്കണ്ടെന്ന് പറഞ്ഞു. അയ്യോ അമ്മായി, സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല. എന്താ ആദർശേണ്ട പറ്റിയെന്ന് ചോദിക്കാം. എടാ വേണ്ട, കൂടുതൽ അഭിനയം വേണ്ടാന്ന് പറഞ്ഞല്ലോ. ഇനി നിന്നോട് വിസ്തീകരിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാര്യങ്ങളൊക്കെ നിനക്ക് നല്ല വ്യക്തമായിട്ടറിയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതില് സന്തോഷിക്കാനാ നിന്റെ ഭാവമെങ്കിൽ നീ സന്തോഷിച്ചോ, പക്ഷെ അതിന് അധികം ആയുസുണ്ടാകത്തില്ല. ചെല്ലടാ, നീ ചെല്ല്. നിന്റെ അമ്മയും നിന്റെ ഭാര്യയൊക്കെ അകത്ത് സന്തോഷിച്ചോണ്ടിരിക്കുക, അവളുടെ അടുത്തേക്ക് ഒന്ന് സന്തോഷം പങ്കുവയ്ക്കുക, ഇവിടെ അധികം നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ അഭി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോ. അഭിയാനെ ഉള്ളിൽ പൊട്ടിച്ചിരിക്കുകയാണ്. ആ സമയത്ത് നയനോട് പറഞ്ഞു, മോള് വിഷമിക്കുകയൊന്നും വേണ്ട, മോള് ധൈര്യമായിട്ടിരിക്കുക, മോള് സമാധാനമായിട്ടിരിക്കുക, ഞങ്ങളൊക്കെ ഇല്ലേ മോളുടെ കൂടെ എന്നൊക്കെ പറഞ്ഞ് നയനെ സമാധാനിപ്പിച്ച് ദേവേനി. അഭി സന്തോഷത്തോടെ അകത്തേക്ക് കയറി ചെന്നു. പിന്നീട് ജലജ അഭിക്കുള്ള ചായ കൊണ്ട് കൊടുത്തു. അങ്ങനെ രണ്ടുപേരും കൂടെ ചായ കുടിച്ച് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ജലജ പറഞ്ഞു, എടാ മോനെ, ഇപ്പോഴെനിക്ക് സന്തോഷമായത്. ഇങ്ങനെ ഒരു മുഹൂർത്തത്തിന് വേണ്ടി നമ്മൾ എത്ര കാത്തിരുന്നതാ. എന്താളും എന്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു. നല്ല തിരിച്ചടി തന്നെയല്ലേ കൊടുത്തിരിക്കുന്നേ അവന്, ആദർശന്. അപ്പോഴേക്കും ഹബി പറഞ്ഞു, എന്റെ അമ്മേ, ഇപ്പൊ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാവോ? ഒരു കാരണവശാലും അവൻ ജയിലിൽ നിന്ന് മോചിതനാവരുത്. ആയാൽ പോലും പിന്നെ അവൻ ജയിലിലേക്ക് തന്നെ തിരികെ പോകണം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാ ഞാനും എന്റെ സുഹൃത്തും ചേർന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഗൾഫിലെ സുഹൃത്തിനെ കുറിച്ചാണ് അഭി പറയണേ. എടാ, അതങ്ങനെ തന്നെ ഉണ്ടാവും, നമുക്ക് സന്തോഷിക്കാന്ന് പറയണം. അമ്മേ, അങ്ങനെ വേണം. അങ്ങനെ ഉണ്ടായാലേ ഈ വീട്ടിലുള്ളവരൊക്കെ തകർന്നു പോകത്തുള്ളൂ. ജലജ പറഞ്ഞു, അത് തകരണം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇനിയിപ്പം AM ജ്വല്ലറി കയറി വന്നോണ്ടിരിക്കുക. മൂർത്തി ജ്വല്ലറി തകർന്നു പോകും. 1ാം സ്ഥാനം തൊട്ട് 2ാം സ്ഥാനോ പിന്നെ 3ാം സ്ഥാനോ പിന്നെ ഒന്നും അല്ലാതായി തീരുമെന്ന് പറഞ്ഞു. അഭി പറഞ്ഞു, അങ്ങനെ ആവട്ടെ അമ്മേ, അങ്ങനെ ആയിട്ട് വേണം നമുക്കൊന്ന് പൊട്ടിച്ചിരിക്കാന്ന് പറയണം. നമ്മളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ നോക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, സാരമില്ല, എന്ത് വേണം നമുക്ക് തീരുമാനിക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സന്തോഷിച്ച് അട്ടഹസിക്കുവാണ്. അപ്പോഴേക്കുമാണ് ദേവേനി അങ്ങോട്ടേക്ക് വരുവാണ്. ദേവേനയെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ രണ്ടുപേരും ഒന്ന് ഞെട്ടി. പിന്നീട് ദേവേന പറഞ്ഞു, രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ഹോ, എന്റെ മോൻ ആദർശ് ജയിലിന്റെ സന്തോഷം പങ്കുവയ്ക്കുമായിരിക്കും അല്ലേ, അതുകൊണ്ടായിരിക്കും അട്ടഹാസമൊക്കെ. അയ്യോ, അതിന് ഞങ്ങൾ ചിരിച്ചില്ല അമ്മായി, വെറുതെ കള്ളത്തരം പറയണ്ടടാ. എന്തിനാടാ ഇങ്ങനെ കള്ളത്തരം പറയണേ? പിന്നീട് ജലജയോട് ചോദിച്ചു, നിന്നോട് പറഞ്ഞ അടുക്കളപ്പണിയൊക്കെ ചെയ്തോ? കറികളൊക്കെ ഉണ്ടാക്കിയോന്ന് ചോദിച്ചു. മിക്കന്ന് തന്നെ ഉണ്ടാക്കി, ബാക്കി ആര് ചെയ്യും? ഈ മിക്കെന്ന് പറഞ്ഞാൽ എന്താ? അത് പിന്നെ പെട്ടെന്ന് ജലജ പറഞ്ഞു, പണിയെടുത്ത് തന്നെ നടുവ് ഒടിഞ്ഞെടുത്തി. നടുവ് നിന്റെ ഒടിയാൻ പോകുന്നുള്ളൂ, ബാക്കിയും കൂടെ മര്യാദയ്ക്ക് പോയി ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്ന് അട്ടഹസിച്ചോണ്ടിരിക്കുക രണ്ടുപേരും കൂടെ. അബിയോട് പറഞ്ഞു, നീയും കൂടെ വാടാന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോ അബി പറഞ്ഞു, എങ്ങോട്ട്? അല്ല, അമ്മ അടുക്കളയിൽ പോയി ചെയ്യൂലോ, പിന്നെ എന്നെ എന്തിനാ അമ്മായി വിളിക്കണേന്ന് ചോദിക്കുകയാണ്. എടാ, അമ്മ മാത്രം ചെയ്തിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അബി ജലജയോട് പറഞ്ഞു, അമ്മ പോയി ചെയ്യ എന്ന് പറയണം. അമ്മ ഇങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമുണ്ടോ? അമ്മയുടെ ജോലി അമ്മ ചെയ്യട്ടെ, നീ എൻ്റെ കൂടെ വാ, നിനക്കും പണിയുണ്ടെന്ന് പറയണം. എനിക്കോ? അത് പിന്നെ അമ്മായി, എനിക്ക് വേറെ കുറച്ച് പണികളുണ്ട്. എന്ത് പണി? ജോലിയും കൂലിയും ഇല്ലാത്ത നിനക്ക് എന്ത് പണിയാണോ ഉള്ളത്? നീ ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു പണിയും ചെയ്യണ്ട, എൻ്റെ കൂടെ വന്നാ മതി. അത് പിന്നെ ഞാൻ ഈ ഡ്രസ്സൊന്നും മാറ്റിയിട്ട് ഒരു ഡ്രസ്സും മാറ്റാൻ പോണ്ട, പറയുന്ന അനുസരിച്ചാൽ മാത്രം മതി. എൻ്റെ കൂടെ വരാൻ പറഞ്ഞാൽ വന്നാൽ മാത്രം മതി. ഓ, ഈ പൂതനയുടെ ഒരു കാര്യം എന്നും പറഞ്ഞിട്ടാണ് അബി ദേവേനോടൊപ്പം പോകുന്നത്. ജലജനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്.
പിന്നീട് അഭിയം കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോയി ദേവേനി കാറിനടുത്തേക്ക് വരുവാണ്. ആ സമയത്ത് അഭി ചോദിച്ചു, എന്താമായി പുറത്തു പോയി എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാനാണോ? വേണ്ടടാ, നീ പുറത്ത് പോയിട്ടുണ്ട് ആ വഴി അങ്ങോട്ട് മുങ്ങൂന്ന് എനിക്കറിയാം, അതുകൊണ്ട് നീ പുറത്തേക്ക് പോകണ്ടെന്ന് പറയണ. അല്ല പിന്നെന്താ, ഈ കാറൊന്ന് കഴിയണം. അതിനെന്താ അമ്മായി, ഞാൻ കൊണ്ടേ കഴിയിച്ചോണ്ട് വരാം. വേണ്ട വേണ്ട, നീ കഴിയിച്ചോണ്ട് വരണ്ട, നീ കഴിയാ മതി എന്ന് പറയണ. അതിന് ഞാൻ ഇതിനമ്മയെ കഴുകുന്നേ, ഒരു കാര്യം ചെയ്യാം, ഞാൻ ആളെ ഇങ്ങോട്ടേക്ക് വരുത്തിക്കാം, അവരിവിടെ വന്ന് വെള്ളമൊക്കെ എടുത്ത് അവര് കഴിയിക്കുള്ളൂ എന്ന് പറയാം. അത് വേണ്ട, നീ തന്നെ ബക്കറ്റും വെള്ളമൊക്കെ എടുത്ത് നീ തന്നെ കഴിയാ മതി. ഞാനാ പിന്നല്ലാതെ, നീ തന്നെ കഴിയണടാ. അമ്മായി, ഇതിന് മാത്രം ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമുണ്ടോ ഞാന്? ആദർശേണ്ട തെറ്റ് ചെയ്ത് ജയിലിലായതിന്റെ പേരിൽ എന്നെ ക്രൂശിക്കേണ്ട കാര്യമുണ്ടോ? മിണ്ടായിരടാ അവിടെ. ആദർശാണോ നീയാണോ ഇവിടെ കൂടുതൽ തെറ്റിയിരിക്കുന്നേ? അറിയാലോ, എന്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലടാ. നീ കാരണം ഇപ്പൊ മനുഷ്യനെ തലയുയർത്ത് നടക്കാൻ പറ്റില്ല. അനികയെ വഞ്ചിച്ചു, പിന്നെ മൂർത്തി ജ്വല്ലറി കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്ന് ആഭരണമാക്കി വിറ്റ നീ അല്ലേടാ. പിന്നെ അതുപോലെ എത്ര എത്ര കാര്യങ്ങളാണ് നീ ചെയ്ത് കൂട്ടിയത്. എന്നിട്ടോ എന്റെ പാവം മോന് ഇപ്പോഴും നിന്റെ വിഴുപ്പ് ചുമന്നോണ്ടിരിക്കോ. അപ്പൊ പിന്നെ നിന്നെ വെറുതെ വിടാൻ പാടുണ്ടോ? അതമ്മായി, ഞാൻ കൂടുതലൊന്നും പറയാല, മര്യാദയ്ക്ക് കഴിക്കണം, പിന്നെ അഴുക്കൊന്നും കാണില്ലെന്ന് പറഞ്ഞു. അഴുക്കൊണ്ടോ വീണ്ടും നിന്നെ കൊണ്ട് ഞാൻ തുടപ്പിക്കും. നിന്റെ മനസ്സിലുള്ള അഴുക്ക് പോലെ തന്നെയാ ഇതും. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നന്നായിട്ട് കഴുകി തുടച്ചോണെന്ന് പറഞ്ഞു. ദേ, ഈ കാറിലെ അഴുക്കങ്ങ് തുടച്ചു കളഞ്ഞാൽ പോവും, പക്ഷെ നിന്റെ മനസ്സിലെ അഴുക്കുണ്ടല്ലോ അത് പോകത്തില്ല എന്ന് പറയണം. അത് കളയാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ദേവേനെ അങ്ങോട്ട് കയറി പോകുന്ന സമയത്ത് അഭി ഇങ്ങനെ മനസ്സ് വിചാരിച്ചു, ഇതിന് മാത്രം ശിക്ഷ കിട്ടേണ്ട കാര്യമുണ്ടോ? പിന്നെ അവരെന്തൊക്കെയാ പറഞ്ഞേ, ഇനി എന്നെ കൊണ്ട് പറമ്പിലും പണിയെടുപ്പിക്കുന്നു. ദൈവമേ, എന്തൊക്കെ ഇനി അനുഭവിക്കണോ എന്തോ. ഇങ്ങനെ പോയിട്ടുണ്ട് തന്റെ അവസ്ഥ എന്തായി തീരും എന്നൊക്കെ അഭി മനസ്സ് വിചാരിക്കുവാണ്. എങ്ങനെ നടന്നിരുന്നായിരുന്നു, പക്ഷെ അഭിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, ചെയ്തില്ലേ പണി കിട്ടുമെന്നറിയാം. ഇതേ സമയത്ത് അടുക്കളയിലേക്ക് വരുവാണ് നവ്യ വന്നു കഴിഞ്ഞപ്പോ ജലജ തിരക്കിട്ട പണിയില്ല. അല്ലമ്മ, അമ്മ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കണം. ചെയ്യാതിരിക്കാൻ പറ്റുമോ? മോളിൽ നിന്നുള്ള കൽപ്പനയല്ലേ, ഏട്ടത്തി പറഞ്ഞ ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണ. എന്റെ അമ്മയ്ക്ക് പറ്റില്ല എന്ന് പറയായിരുന്നല്ലോ. ദേ, ഏട്ടത്തിക്ക് ദേഷ്യ, ആദർശ് ജയിലിലായതിന്റെ നമ്മളെന്തോ തെറ്റ് ചെയ്ത പോലെയാ. എന്റെ അമ്മേ, ഇതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ അടുത്ത് ഇതൊക്കെ നടക്കും, പക്ഷെ എന്റെ അടുത്ത് നടക്കില്ല. ഞാൻ എന്താളും പരസ്യത്തിൽ അഭിനയിക്കാൻ പോകും, എന്നോട് പോകണ്ടെന്ന് പറഞ്ഞാലും ഞാൻ പോവും. ഞാൻ ഇവരുടെ ഒന്നും ചൊൽപ്പടിക്ക് നിൽക്കാൻ പോകുന്നില്ല. മോളെ, നീ അങ്ങനെ തന്നെ ചെയ്യണം, പരസ്യത്തിലൊക്കെ അഭിനയിക്കണം, വിട്ടുകൊടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദേവേനെ ഇങ്ങോട്ടേക്ക് വന്നു. ഈ സമയത്ത് നവ്യ ജലജയോട് ചോദിച്ചു, അല്ല എന്തിയെ അഭി എന്തിയെന്ന് ചോദിക്കുകയാണ്. ദേവേന് പറഞ്ഞു, അഭി പുറത്തുണ്ട്. പുറത്തോ? അവനെ ഞാനൊരു ജോലി ഏൽപ്പിച്ചിരിക്കുക. ജോലിയോ? അഭിയോ? അതെ, കാർ വാഷ് ചെയ്യാനായിട്ട്. എന്താ കാർ വാഷ് ചെയ്യുന്ന അഭിയാണോന്ന് നവ്യ ചോദിച്ചു. അതെ, അവൻ ആ ജോലി ചെയ്താൽ എന്താ പ്രശ്നം? അവൻ ഈ വീട്ടിൽ വേറെ പ്രത്യേകിച്ച് ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലോ, അപ്പൊ അവൻ കാറ് കഴിയട്ടെ എന്ന് പറഞ്ഞു. കാറ് മാത്രമല്ല, അവനെ കൊണ്ട് ഈ വീട്ടിലെ ജോലികളെല്ലാം ഞാൻ ചെയ്യിക്കും. നബി പറഞ്ഞു, എന്തൊക്കെ അമ്മ ഈ പറയണേ? അതെ, ഞാൻ പറയുന്ന ജോലികളൊക്കെ അവൻ ചെയ്യും, അവൻ മാത്രമല്ല ഇവളും ചെയ്യും, ഇല്ലെങ്കിൽ എനിക്ക് ചെയ്യിപ്പിക്കാൻ അറിയാന്ന് പറഞ്ഞു. ദേ അമ്മായി, ഇതുപോലൊരു വീട് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയണ. അതെ, ഇത് ഇടയ്ക്കിടയ്ക്ക് നയനമോളും പറയാറുണ്ട്, പക്ഷേ അത് നല്ല അർത്ഥത്തിലാന്ന് മാത്രം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നബിക്ക് ദേഷ്യം വന്നു. നബി പറഞ്ഞു, അല്ലെങ്കിലും എനിക്കറിയാം, ഈ കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തികെട്ട കുടുംബം, ഇതുപോലുള്ള ഒരു കുടുംബം ഇവിടെ ഈ പരിസരത്തെങ്ങും കാണത്തില്ല. എനിക്കിപ്പോ ശരിക്കും ഇത് ജയില് പോലെയാ തോന്നേ. അതുപോലെയല്ലേ ഓരോരുത്തരുടെ പ്രവൃത്തികൾ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ദേവേനെ രൂക്ഷമായിട്ട് അവളെ നോക്കുവാണ്, നബിയെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.